ഇതുപോലെ നമുക്ക് ഓരോ കൊട്ട വീതം ഓരോ ദിവസം പറിച്ചെടുക്കണം അല്ലേ? അങ്ങനെ നമുക്ക് 365 ദിവസം ഒരു കീടബാധയില്ലാതെ ധാരാളമായിട്ട് ഉണ്ടാവുക. അതും ഡ്രമ്മിലാണ് നമ്മളിത് നട്ടിരിക്കുന്നത്. ടെറസിൻ്റെ മേലും മറ്റുള്ള സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് നമുക്ക് പടർന്നുണ്ടാവും. ഈ പൊടി കണ്ടു, ഇത് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മതി. 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്പ്രെയർ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക, നന്നായിട്ട് കുലുക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക. ഒരൊറ്റ പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി, ധാരാളമായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്ത് സക്സസ് ആയതാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, പിന്നീട് ഒരിക്കലും കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഏത് കാലാവസ്ഥയിലും ധാരാളമായിട്ടുണ്ടാവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതും, അതുപോലെ തന്നെ ഒത്തിരി പേരുടെ റിക്വസ്റ്റാണ് ഡ്രമ്മിൽ എങ്ങനെയാണ് ഇത് നട്ട് വളർത്തുക എന്നുള്ളത്. അപ്പോൾ ടെറസിൻ്റെ മേലെ ധാരാളമായിട്ട് എല്ലാവർക്കും പടർത്താൻ പറ്റും. അപ്പോൾ ഡ്രമ്മിൽ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് കാണിക്കാം കേട്ടോ. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയമ. അപ്പോൾ ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഉണ്ടോ, പാഷൻ ഫ്രൂട്ട് നമ്മൾ ഡ്രമ്മിൽ ഏത് കാലാവസ്ഥയിലാണെങ്കിലും നമുക്ക് ഒരു കുഴപ്പം കൂടാതെ ഈസി ആയിട്ട് ധാരാളമായിട്ട് പാഷൻ ഫ്രൂട്ട് വിളവെടുക്കാനുള്ള നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മളിന്ന് പറയുന്നത്. അപ്പം നമ്മളിന്നത് ഡ്രമ്മിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ഡ്രം എടുക്കുന്ന സമയത്ത് ഇതേപോലെ കട്ട് ചെയ്ത് അതിന് ഹോൾ ഇടണം. അപ്പം ഡ്രമ്മിന് ഇവിടെ നമ്മൾ ഓരോ സൈഡിലും ഇങ്ങനെ ഹോളിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള ഡ്രം ആയിരിക്കണം നമ്മൾ അതിനായിട്ട് എടുക്കേണ്ടത്. അപ്പം ഡ്രമ്മ് വാങ്ങുന്ന സമയത്ത് ഇതേപോലെ നല്ല വീതിയുള്ളത്, നീളം കൂടുതലല്ല, നല്ല വട്ടപ്പായിട്ട് നല്ല വീതിയുള്ള ഡ്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇതിൽ ഹോളൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രമ്മ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിൽ എന്താണ് ചെയ്യേണ്ടത്? കരിയിലയാണ് ആദ്യമായിട്ട് ഇടേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ ഉണങ്ങിയ കരിയില നമ്മളിട്ടു. ഇനി ഈ കരിയില പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് WDC ഒഴിച്ചു കൊടുക്കാം. അത് വളരെ നല്ലതാണ്. ഇപ്പം WDC ഇല്ലാത്തവർ അങ്ങനെ ചെയ്യണമെന്നില്ല. ഉള്ളവർക്ക് ഇതിലോട്ട് ഇപ്പം ഈ സമയത്ത് WDC ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ WDC ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ WDC കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് നമ്മൾ WDC ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ നഴ്സറിയിൽ കേട്ടോ. അപ്പോൾ PRS നഴ്സറി എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് വരടിയം പേരാമംഗലം റൂട്ടിലൂടെ 1.5 കിലോമീറ്റർ വന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഡോളോമേറ്റും മണ്ണും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ PRSൻ്റെ സ്പെഷ്യൽ പോട്ടി മിക്സാണിത്. ഇതാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പം നമ്മൾ PRSൻ്റെ പോട്ടി മിക്സ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ PRSൻ്റെ സ്പെഷ്യൽ വളങ്ങളുണ്ട്. അപ്പം നമ്മുടെ പോട്ടി മിക്സിൽ ധാരാളമായിട്ട് ഇതേ മണ്ണിരകളെ കാണാനുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് മിക്സ് ചെയ്തേക്കണേന്ന് വെച്ചാൽ നമ്മൾ ഡോളോമേറ്റ് ആദ്യം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാതരം വളങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഉമി ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പെർലറ്റും ഉണ്ട്. അപ്പം നമുക്കറിയാം ഉമിയും പെർലറ്റും എന്തിനാണെന്നുള്ളത് മണ്ണിൽ ധാരാളം വായു സഞ്ചാരം കിട്ടാനും പിന്നെ ഇതിൽ നമുക്ക് ചെറുതായിട്ട് ഈർപ്പം നിലനിൽക്കാനും ഇത് സഹായിക്കും. അപ്പം നമുക്കിത് ആവശ്യാനുസരണം ഇതിലോട്ട് ഇടാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ പോട്ടി മിക്സ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, ചകിരി കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ഉണങ്ങിയ ചാണകപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇതിലോട്ട് ഇടാവുന്നതാണ്. മണ്ണും വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് കറക്റ്റാക്കി ഇനി നമ്മൾ ഇതിൽ ചെറിയൊരു കുഴി എടുക്കണം. ഇതിൽ നമ്മൾ ചെറിയൊരു കുഴിയെടുത്ത് കറക്റ്റ് ചെയ്യുക. കണ്ടു, ഇവിടെ നമ്മൾ കുഴിയെടുത്തു, കാണാമല്ലോ അല്ലേ? അതിനുശേഷം നമ്മുടെ തൈകൾ കണ്ടു, നമ്മുടെ പാഷൻ ഫ്രൂട്ട് റെഡ് കളറുള്ളതാണ്, നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ്. കണ്ടു, അപ്പോൾ ഇതിൻ്റെ നമ്മൾ കവറ് പൊട്ടിക്കണം. ഈ കവറ് നമ്മൾ
കട്ട് ചെയ്യുക. ഈ ഭാഗം 2 ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കവർ കിട്ടും. ഈ കവർ ഓർക്കനെ വെക്കരുത്. എന്നിട്ട് ഇതിലത്തെ മണ്ണും വേരും പൊട്ടാതെ വേണം നമ്മൾ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഴിയിലാണ് നമ്മളത് വെക്കേണ്ടത്. കവറിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു കുഴിയിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളത് വെച്ച് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ഇങ്ങോട്ട് ഇടുക. കണ്ടു, ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ഇതിലോട്ട് ഇട്ടു. നമ്മളിതേ ഇങ്ങനെ ഉറപ്പിച്ചു, കറക്റ്റാക്കി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഹ്യൂമിക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നിലത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2-2.5 അടി ആഴത്തിൽ കുഴിയെടുത്ത് കരിയിലൊക്കെ ഇട്ട് ഇതേപോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിലൊക്കെ കയറി ഇതുപോലെ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് ധാരാളമായിട്ടുണ്ടാവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഈ പോട്ടി മിക്സിൽ മണ്ണും കൂടെ ചേർത്തിട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ആക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇത് നന്നായിട്ട് പൂത്ത് കായ്ക്കാനുള്ളതാണ്. ഏത് കാലാവസ്ഥയിലും പൂത്ത് കായ്ക്കാനായിട്ട് നമുക്ക് എന്താണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഓറഞ്ച് കളറുള്ള ഇത് കണ്ടു, ഇതാണ് മിറാക്കിൾ 20 പറയണത്. ധാരാളം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇത്. കണ്ടോ, മിറാക്കിൾ 20. പ്രത്യേകിച്ച് നമ്മുടെ പേഷൻ ഫ്രൂട്ടിന് കൊടുക്കുന്നതാണ് ഈ 20. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് ധാരാളമായിട്ട് പൂക്കാനായിട്ട് ഏത് സമയത്തും ഒരൊറ്റ പ്രാവശ്യം നമ്മൾ കൊടുത്താൽ മതി. പിന്നീട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ മതി. അപ്പം നമ്മൾ 1/2 ലിറ്റർ വെള്ളമാണ് എടുക്കണമെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാവിടെയും ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്തെടുക്കുക. ഒറ്റ പ്രാവശ്യം മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് സമയത്തും ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പേര് മറക്കണ്ട, മിറാക്കിൾ 20 കേട്ടോ. നിങ്ങൾക്ക് എല്ലാ കടകളിൽ നിന്നും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾക്കത് കൊറിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുകയോ ചെയ്യും. അപ്പോൾ മിറാക്കിൾ 20 കൊടുത്തത് മൂലം നമ്മുടെ ഓർക്കിഡുകൾ നമ്മളെ നോക്കിച്ചിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് വളരെ റിസൾട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.